ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു കൊമേഴ്സ് ട്യൂട്ടോറിയൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് +2 എക്കണോമിക്സിലെ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ എന്ന ചാപ്റ്ററിലെ സെക്കൻഡ് പാർട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് യു മീൻ ബൈ മൊണോട്ടോണിക് പ്രിഫറൻസ്? മൊണോട്ടോണിക് പ്രിഫറൻസ് എന്ന് പറഞ്ഞാൽ എ കൺസ്യൂമേഴ്സ് പ്രിഫറൻസ് ആർ മൊണോട്ടോണിക് ഇഫ് ആൻഡ് ഓൺലി if between any two bundles the consumer prefer a bundle which has more of at least one of the goods and no less of the other goods as compared to the other bundle. That is, if the consumer preference are monotonic. മൊണോട്ടോണിക് പ്രിഫറൻസ് അല്ലെങ്കിൽ ഏകദിശീയ മുൻഗണന എന്ന് പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ബണ്ടിലുകളിൽ ഏത് ബണ്ടിൽ നിന്നാണോ ഒരു സാധനത്തിൻ്റെയെങ്കിലും അല്ലെങ്കിൽ ഒരു യൂണിറ്റെങ്കിലും കൂടുതൽ ഉള്ളതും മറ്റേ സാധനത്തിൻ്റെ അളവ് കുറയാതെ ഇരിക്കുകയും ചെയ്യുന്നതും ഉപഭോക്താവ് അത് തിരഞ്ഞെടുക്കുകയും ചെയ്യുമ്പോൾ ഉപഭോക്താവിൻ്റെ മുൻഗണന അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ പ്രിഫറൻസ് മൊണോട്ടോണിക് ആയിരിക്കും അല്ലെങ്കിൽ ഏകദിശീയമായിരിക്കും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് പറയുകയാണെങ്കിൽ ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുകയാണെങ്കിൽ ആൻ ഇൻഡിഫറൻസ് കർവ് ഷോ ദ ഡിഫറെൻറ്റ് ബണ്ടിൽ വിച്ച് ഗീവ് ദ കൺസ്യൂമർ ദ സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. സിൻസ് ദ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ഫ്രം ഓൾ ബണ്ടിൽ ആർ ദ സെയിം, ദ കൺസ്യൂമർ വിൽ ബി ഇൻഡിഫറൻറ്റ് എമംഗ് ദം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിഫറൻസ് കർവ് അല്ലെങ്കിൽ നിസ്സംഗതാ വക്രം എന്ന് പറയാം. ഒരു ഉപഭോക്താവിന് തുല്യ സംതൃപ്തി നൽകുന്ന രണ്ട് സാധനങ്ങളുടെ വിവിധ സംയോഗങ്ങൾ ചേർന്ന് വരയ്ക്കുന്ന ഒരു കർവിനെയാണ് ഇൻഡിഫറൻസ് കർവ് അല്ലെങ്കിൽ നിസ്സംഗതാ വക്രം എന്ന് പറയുന്നത്. ബൈ ജോയിനിങ് ഓൾ ദീസ് പോയിൻറ്റ്സ് വി ഗെറ്റ് ദ ഇൻഡിഫറൻസ് കർവ് വിച്ച് ഈസ് കോൺവെക്സ് ടു ദി ഒറിജിൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻഡിഫറൻസ് കർവിൻ്റെ ആകൃതി എന്ന് പറയുന്നത് കോൺവെക്സ് രൂപത്തിലായിരിക്കും എന്നാണ് പറയുന്നത്. ഇതിന് കാരണം എന്താണ്? ദ റീസൺ ഫോർ ദ കോൺവെക്സ് ഷേപ്പ് ഈസ് ഡിമിനിഷിങ് റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻസ്. ഡിമിനിഷിങ് റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ മൂലമാണ് ഒരു ഇൻഡിഫറൻസ് കർവിൻ്റെ ആകൃതി കോൺവെക്സ് ആകൃതിയിലായിട്ട് മാറിയത്. ദ എമൗണ്ട് ഓഫ് ഗുഡ്സ് ടു ദാറ്റ് ദ കൺസ്യൂമർ വുഡ് ബി വില്ലിംഗ് ടു give up for an additional unit of goods one would decline. This is called diminishing marginal rate of substitution. എന്താണ് ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുകയാണെങ്കിൽ ഒരു യൂണിറ്റ് ഒന്നാമത്തെ സാധനം ലഭിക്കാൻ വേണ്ടി വേണ്ടെന്ന് വെക്കുന്ന രണ്ടാമത്തെ സാധനത്തിൻ്റെ അളവാണ് ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, പ്രോപ്പർട്ടീസ് ഓഫ് ഇൻഡിഫറൻസ് കർവ്. നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻഡിഫറൻസ് കർവ് ഡു നോട്ട് ഇൻ്റർസെക്റ്റ് ഈച്ച് അതർ, ദെൻ ഇൻഡിഫറൻസ് കർവ് ആർ കോൺവെക്സ് ടു ദി ഒറിജിൻ. ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുകയാണെങ്കിൽ കോൺവെക്സ് ആകൃതിയിലായിരിക്കും. ഹയർ ഇൻഡിഫറൻസ് കർവ് റെപ്രസെൻറ്റ് ദ ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻസ്. ഉയർന്ന ഇൻഡിഫറൻസ് കർവ് ആണെങ്കിൽ അല്ലെങ്കിൽ ഉയർന്ന ഇൻഡിഫറൻസ് കർവാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെങ്കിൽ അവിടെ എന്താണ് ഹൈ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ഒപ്റ്റിമൽ ചോയ്സ് ഓഫ് ദ കൺസ്യൂമർ എന്ന് പറയുകയാണെങ്കിൽ ദ ഒപ്റ്റിമൽ ചോയ്സ് ഓഫ് ദ കൺസ്യൂമർ മീൻസ് ദ കൺസ്യൂമേഴ്സ് ഈക്വലി പ്രിയം. ഇറ്റ് ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ബൈ ബ്രിങ്ങിങ് ടുഗദർ ദ ബഡ്ജറ്റ് ലൈൻ ആൻഡ് ദ ഇൻഡിഫറൻസ് കർവ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുന്നത്? ഉയർന്ന സംതൃപ്തിയാണ് ഒരു കസ്റ്റമേഴ്സിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. കൺസ്യൂമറിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഉയർന്ന സംതൃപ്തിയാണ് എന്നാണ് പറയുന്നത്. ഇത് സാധ്യമാക്കുന്നത് ഉയർന്ന ഇൻഡിഫറൻസ് കർവും ബഡ്ജറ്റ് ലൈനും തമ്മിൽ സ്പർശിക്കുന്ന ഒരു ബിന്ദുവിലൂടെയാണ് അല്ലെങ്കിൽ സ്പർശിക്കുന്ന ഒരു ഡോട്ട്സിലൂടെയാണ് നമ്മൾ ഈ ഒരു സംതൃപ്തി പ്രാപ്തമാക്കുന്നത് എന്നാണ് പറയുന്നത്. A consumer normally prefers the highest possible indifference curve, but his ability to purchase the goods depends upon his income shown by the budget line. ഈ ഉപഭോക്താവിൻ്റെ ഒപ്റ്റിമൽ ചോയ്സ് എന്നാൽ ഉപഭോക്താവിൻ്റെ സന്തുലിതാവസ്ഥ എന്നതാണ് നമ്മൾ അർത്ഥമാക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ മെയിനായിട്ട് ബഡ്ജറ്റ് ലൈനും അതുപോലെ തന്നെ ഇൻഡിഫറൻസ് കർവും ഒരുമിച്ച് കൊണ്ടുവന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് നമ്മൾ ഇതിൽ പറയുന്നത്. ഒരു ഉപഭോക്താവ് സാധാരണയായിട്ട് അല്ലെങ്കിൽ ഒരു ഉപഭോക്താവിന് ഏറ്റവും കൂടുതൽ സാധ്യമായത് ഹയർ ഇൻഡിഫറൻസ് കർവാണ് കൂടുതലായിട്ടും സാധ്യമാകുന്നത് എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ കൂടുതലായിട്ട് ഒരു ഉപഭോക്താവ് ഇഷ്ടപ്പെടുന്നത് ഹയർ ഇൻഡിഫറൻസ് കർവാണെന്നാണ് പറയുന്നത്. എന്നാൽ ഗുഡ്സ് വാങ്ങാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് ബഡ്ജറ്റ് ലൈനിൽ കാണിക്കുന്ന
ഇൻകത്തെ ആശ്രയിച്ചായിരിക്കും എന്നാണ് പറയുന്നത്. എന്തെങ്കിലും ഒരു ഗുഡ്സ് മേടിക്കണമെങ്കിൽ അതിൻ്റെ കഴിവ് അല്ലെങ്കിൽ അതിൻ്റെ എമൗണ്ട് കാണിക്കുന്നത് നമ്മുടെ ഇൻകത്തിനെ ആശ്രയിച്ചായിരിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു ഉപഭോക്താവ് തൻ്റെ ബജറ്റ് ലൈനിൽ ഏറ്റവും ഉയർന്ന ഇൻഡിഫറൻസ് കർവുകളിലേക്കാണ് സ്പർശിക്കുന്നത് എങ്കിൽ അവിടെ ആയിരിക്കും സന്തുലിതാവസ്ഥ ഉണ്ടായിരിക്കുക എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ഡിമാൻഡ്. എന്താണ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ, ഡിമാൻഡ് ഈസ് ദ ഡിസയർ ഫോർ എ ഗുഡ്സ് ബാക്ക്ഡ് അപ്പ് ബൈ വില്ലിംഗ്നെസ് ടു പേ ആൻഡ് എബിലിറ്റി ടു പർച്ചേസ്. Mere desire does not constitute demand. A desire becomes demand if it is backed by willingness to pay and ability to purchase. ഒരു ഗുഡ്സിന് വേണ്ടിയിട്ട് വില കൊടുക്കാനുള്ള കഴിവും സന്നദ്ധയും ഒത്തുചേർന്നുള്ള ഒരു ആഗ്രഹത്തെയാണ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഡിമാൻഡ് ഫോർ കമ്മോഡിറ്റി. ഡിമാൻഡ് ഫോർ എ കമ്മോഡിറ്റി ഓർ ഗുഡ്സ് ഈസ് ദ ക്വാണ്ടിറ്റി of that goods which consumers will be willing to buy in a given period of time at a given price. ഒരു കമ്മോഡിറ്റിക്കുള്ള ആവശ്യം എന്ന് പറയുന്നത് ഉപഭോക്താക്കൾ ആഗ്രഹിക്കുന്ന രീതിയിലായിരിക്കണം എന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉപഭോക്താക്കൾ ആഗ്രഹിക്കുന്ന രീതിയിലാണെന്ന് പറയാൻ കാരണം അവരുടെ പ്രൈസ്, അതുപോലെ തന്നെ അവർ ഉൽപ്പാദിപ്പിക്കുന്ന പീരീഡ്, ആ ഗുഡ്സ് ഉൽപ്പാദിപ്പിക്കുന്ന പീരീഡ്, അതൊക്കെ എന്താണ്, ഒരു കസ്റ്റമേഴ്സിന് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം എന്നാണ്, അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് വില്ലിങ് ചെയ്യാനാവുന്ന തരത്തിലുള്ളതായിരിക്കണം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ലോ ഓഫ് ഡിമാൻഡ്. ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുകയാണെങ്കിൽ എന്താണ്, ദ ലോ ഓഫ് ഡിമാൻഡ് എക്സ്പ്ലെയിൻ ദ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി ആൻഡ് ഇറ്റ്സ് ക്വാണ്ടിറ്റി ഡിമാൻഡ്. അക്കോർഡിംഗ് ടു ദിസ് ലോ, other things remaining the same as price of a commodity increases, the quantity demanded decreases and vice versa. ഈ ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ എന്താ പറയുന്നത്, ഒരു സാധനത്തിൻ്റെ വിലയും ഡിമാൻഡും ചെയ്യപ്പെടുന്ന അളവും തമ്മിലുള്ള വിപരീത ബന്ധമാണ് ലോ ഓഫ് ഡിമാൻഡ് വിവരിക്കുന്നത്. മറ്റുള്ള കാര്യങ്ങൾ സ്ഥിരമായി നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ള റീസൺസ് സ്ഥിരമായി നിൽക്കുമ്പോൾ, ഒരു ഗുഡ്സിൻ്റെ വില കൂടുമ്പോൾ ഡിമാൻഡ് കുറയുകയും വില കുറയുമ്പോൾ ഡിമാൻഡ് കൂടുകയും ചെയ്യുന്നു. അതിനാണ് വൈസ് വേഴ്സ എന്ന് പറയുന്നത്. ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുകയാണെങ്കിൽ ഒരു സാധനത്തിൻ്റെ വിലയും ഡിമാൻഡ് ചെയ്യപ്പെടുന്ന അളവും തമ്മിലുള്ള വിപരീത ബന്ധത്തെയാണ്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനെയാണ് ലോ ഓഫ് ഡിമാൻഡിൽ വിവരിക്കുന്നത് എന്നാണ് പറയുന്നത്. മറ്റുള്ള കാര്യങ്ങൾ സ്ഥിരമായി നിലനിൽക്കുമ്പോൾ ഒരു ഗുഡ്സിൻ്റെ വില കൂടുമ്പോൾ ഡിമാൻഡ് കുറയുകയും വില കുറയുമ്പോൾ ഡിമാൻഡ് കൂടുകയും ചെയ്യുന്നു. ഇതിനെയാണ് ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഡിമാൻഡ് ഷെഡ്യൂൾ. It is a table showing the various quantities of a goods demanded at various prices. A household demanded scheduled show the various price of a goods and the quantity and its quantities demanded at those prices. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറയുകയാണെങ്കിൽ ഒരു സാധനത്തിൻ്റെ വ്യത്യസ്ത പ്രൈസുകളും അതിൻ്റെ ഡിമാൻഡ് ചെയ്യപ്പെട്ട അളവുകളും കാണിക്കുന്ന ഒരു ടേബിളാണ്, അല്ലെങ്കിൽ ഒരു ഷെഡ്യൂളാണ്, അല്ലെങ്കിൽ ഒരു പട്ടികയാണ് ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഒരു സാധനത്തിൻ്റെ വ്യത്യസ്ത വിലകളും അതിൻ്റെ ഡിമാൻഡ് ചെയ്യപ്പെടുന്ന അളവുകളും കാണിക്കുന്ന ഒരു ടേബിളിനെയാണ് നമ്മൾ ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ഡിമാൻഡ് കർവ്. Demand curve is the graphical representation of the demand schedule. While drawing a demand curve, we take price in the y-axis and quantity demanded in the x-axis. Below is given typical demand curve. ഡിമാൻഡ് ഷെഡ്യൂളിൻ്റെ രേഖാചിത്രമാണ് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. ഈ ഡിമാൻഡ് കർവ് നിർമ്മിക്കാൻ വിവിധ പ്രൈസ് y ആക്സിസിലും ഡിമാൻഡ് ചെയ്യപ്പെട്ട അളവുകൾ എക്സ് ആക്സിസിലും രേഖപ്പെടുത്തുന്നു എന്നാണ് പറയുന്നത്. അതിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ്, ഇൻകം എഫക്റ്റ് ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്. ദ ലോ ഓഫ് ഡിമാൻഡ് സ്റ്റേറ്റ്സ് that more quantity of a commodity is demanded
at a lower price than at a higher price, then a question arises why the consumer purchase the more unit of goods when the price is false. This can be answered by income effect and substitution effect. The fall in the price of a goods one has two effects. Finally, one become relatively cheaper than goods two. Secondly, purchasing power of the goods consumer increases, which implies the rise in the real income of the consumer. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിമാൻഡ് അല്ലെങ്കിൽ ലോ ഓഫ് ഡിമാൻഡ് പ്രകാരം ഒരു ഗുഡ്സിൻ്റെ വില കുറയുമ്പോൾ ഡിമാൻഡ് ചെയ്യപ്പെടുന്ന അളവ് കൂടുകയും വില കൂടുമ്പോൾ ഡിമാൻഡ് കുറയുകയും ചെയ്യുന്നു. അതായത് വൈസ് വേഴ്സ. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് കസ്റ്റമേഴ്സിന് ഒരു സാധനത്തിൻ്റെ വില കുറയുമ്പോൾ അതിൻ്റെ കൂടുതൽ യൂണിറ്റുകൾ വാങ്ങുന്നത്? അതുപോലെ തന്നെ ഇതിന് രണ്ട് കാരണങ്ങൾ. എന്തുകൊണ്ടാണ് അതിൻ്റെ കൂടുതൽ യൂണിറ്റുകൾ വാങ്ങുന്നത് എന്നാണ് പറയുന്നത്. അതിന് രണ്ട് കാരണങ്ങളാണ് ഇവിടെ പറയുന്നത്: ഇൻകം എഫക്റ്റ് ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്. സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എ റിസൾട്ട് ഓഫ് ഫെയിൽ ഇൻ ദി പ്രൈസ് ഓഫ് ഗുഡ്സ് വൺ, ദ കൺസ്യൂമർ പർച്ചേസ് മോർ ഓഫ് ഗുഡ്സ് വൺ ആൻഡ് ലെസ് ഓഫ് ഗുഡ്സ് ടു. ദാറ്റ് മീൻസ് ദ കൺസ്യൂമർ ഈസ് സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഗുഡ്സ് വൺ ഫോർ ഗുഡ്സ് ടു. ദിസ് ഈസ് കാൾഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്. ഗുഡ്സ് ഒന്നിൻ്റെ വില കുറയുമ്പോൾ സാധനം രണ്ടിനെ അപേക്ഷിച്ചാണ് അല്ലെങ്കിൽ ഗുഡ്സ് ഒന്നിൻ്റെ വില കുറയുമ്പോൾ സാധനം രണ്ടിനെ അപേക്ഷിച്ച് ഒന്ന് വില കുറഞ്ഞതാകും എന്നും തന്മൂലം വില കുറഞ്ഞ സാധനം ഒന്ന് ആപേക്ഷികമായി വില കൂടിയ രണ്ടിന് പകരം ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഇതിനെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം. ഗുഡ്സ് ഒന്നിൻ്റെ വില കുറയുമ്പോൾ സാധനം രണ്ടിനെ അപേക്ഷിച്ച് ഒന്ന് വില കുറഞ്ഞതാകുന്നു. തന്മൂലം വില കുറഞ്ഞ സാധനം ഒന്ന് ആപേക്ഷികമായി വില കൂടിയ രണ്ടിന് പകരം ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഇതിനെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇൻകം എഫക്റ്റ്. അനദർ തിങ് ഈസ് ഇൻകം എഫക്റ്റ്. വെൻ പ്രൈസ് ഓഫ് ഗുഡ്സ് falls, the real income of the consumer or purchasing power increases, the induce the consumer to buy more. This is called income effect. ഒരു ഗുഡ്സിൻ്റെ വില കുറയുമ്പോൾ ഉപഭോക്താവിൻ്റെ യഥാർത്ഥ വരുമാനം അല്ലെങ്കിൽ റിയൽ ഇൻകം കൂടുന്നു. ഇത് വാങ്ങാൻ ശേഷിയുള്ള അല്ലെങ്കിൽ ഇത് റിയൽ ഇൻകം കൂടുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ തുടർന്ന് വർദ്ധിച്ച് യഥാർത്ഥ വരുമാനം കൊണ്ട് വില കുറഞ്ഞ ഗുഡ്സ് ഉപഭോക്താവ് കൂടുതലായിട്ട് വാങ്ങുന്നു എങ്കിൽ ഇതാണ് ഇൻകം എഫക്റ്റ് എന്ന് പറയുന്നത്. ഒരു സാധനത്തിൻ്റെ വില കുറയുമ്പോൾ ഉപഭോക്താവിൻ്റെ യഥാർത്ഥ വരുമാനം കൂടുന്നു. അതുപോലെ തന്നെ അതുമൂലം വർദ്ധിച്ചു വരുന്ന യഥാർത്ഥ വരുമാനം കൊണ്ട് വില കുറഞ്ഞ സാധനം ഉപഭോക്താവ് കൂടുതൽ വിലയ്ക്ക് വാങ്ങുന്നു. ഇതാണ് ഇൻകം എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ എന്ന ചാപ്റ്ററിലെ സെക്കൻഡ് പാർട്ടായ എന്താണ് മൊണോട്ടോണിക് പ്രിഫറൻസ്, അതുപോലെ തന്നെ ഇൻഡിഫറൻസ് കർവ് എന്താണ്, ഡിമാൻഡ് എന്താണ്, ഡിമാൻഡിൻ്റെ അണ്ടറിൽ വരുന്ന ചില ടേംസുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് കമൻറ്റ് ബോക്സിൽ എഴുതേണ്ടതാണ്. ഞാൻ നെക്സ്റ്റ് വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആക്കി തരാം. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.